ഹ്രസ്വദൂര ട്രെയിൻ യാത്രകൾ സുഗമമാക്കുന്നതിന് 100 പുതുതലമുറ മെയിൻ ലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ട്രെയിനുകളും 50 നമോ ഭാരത് ട്രെയിനുകളും അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. മെമു ട്രെയിനുകൾ നിർമ്മിക്കാനുള്ള സുപ്രധാന തീരുമാനം എടുത്തുകഴിഞ്ഞു. നിലവിൽ പ്രവർത്തനക്ഷമമായ ട്രെയിനുകളിൽ 8 മുതൽ 12 കോച്ചുകൾ വരെയാണ് ഉള്ളത്. എന്നാൽ പുത്തൻ ട്രെയിനിൽ 16 മുതൽ 20 കോച്ചുകൾ വരെയുണ്ടാകും. തെലങ്കാനയിലെ കാസിപ്പേട്ടിലുള്ള ഒരു പുതിയ ഫാക്ടറിയിലാണ് ഈ ട്രെയിനുകൾ നിർമ്മിക്കുന്നത്. അവ ഹ്രസ്വ ഇടത്തരം റൂട്ടുകൾക്കായുള്ളതാണ്. പ്രത്യേകിച്ച് നഗരേതര നഗര പ്രദേശങ്ങളിലേറെ യാത്രക്കാരെ വഹിക്കാൻ കഴിയുന്ന ഈ ട്രെയിനുകൾ അവധിക്കാലത്തേറെ പ്രയോജനം ചെയ്യും. അഹമ്മദാബാദ്, ഫുജ്, ജയനഗർ, പട്ന റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന 2 നമോ ഭാരത് ട്രെയിനുകൾക്ക് മികച്ച പ്രതികരണം ലഭിച്ചത് കണക്കിലെടുത്ത് 50 എണ്ണം കൂടി നിർമ്മിക്കാനും തീരുമാനമായി. ഹ്രസ്വദൂര യാത്രകൾക്ക് പ്രത്യേകിച്ച് ഇന്റർസിറ്റി റൂട്ടുകളിൽ അനുയോജ്യമായ പൂർണ്ണമായും AC ട്രെയിനുകളാണ് നമോ ഭാരത് ട്രെയിനുകൾ. ഇതോടെ 150 പുതിയ പാസഞ്ചർ ട്രെയിനുകളാണ് ഇന്ത്യൻ റെയിൽവേ വരും നാളുകളിൽ പുറത്തിറക്കാൻ പോകുന്നത്. 2024-2025 ഇന്ത്യയിലെ ഏകദേശം 720 കോടി യാത്രക്കാർ ട്രെയിനുകളിൽ സഞ്ചരിച്ചതായി റെയിൽവേ മന്ത്രി ചൂണ്ടിക്കാട്ടി. യാത്രക്കാരുടെ ആവശ്യം നിറവേറ്റുന്നതിനായി കൂടുതൽ ജനറൽ കോച്ചുകൾ അവതരിപ്പിക്കാനുള്ള ശ്രമം 2.5 വർഷത്തിലേറെയായി തുടരുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ രാജ്യത്തെ ആദ്യ RRTSലെ പ്രീമിയം ക്ലാസ് യാത്രയ്ക്ക് ചിലവ് കുറയും. സാധാരണ ടിക്കറ്റ് നിരക്കിനേക്കാൾ 20% അധികം നൽകിയാൽ ഇനി ഡൽഹിയിൽ നിന്നും മീററ്റിലേക്ക് പ്രീമിയം സൗകര്യങ്ങളോടെ യാത്ര ചെയ്യാം. RRTS നടത്തിപ്പുകാരനായ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പുറത്തുവിട്ട പുതിയ ടിക്കറ്റ് നിരക്കിലാണ് പ്രീമിയം യാത്രകൾക്ക് വൻ ഇളവ് പ്രഖ്യാപിച്ചത്. ന്യൂ അശോക് നഗറിൽ നിന്നും സൗത്ത് മീററ്റ് വരെ പ്രീമിയം കോച്ചിൽ യാത്ര ചെയ്യാൻ 180 രൂപ മാത്രമായിരിക്കും ഇനി നൽകേണ്ടത്. മുൻപ് 225 രൂപയായിരുന്നു. ഇതേ റൂട്ടിൽ സാധാരണ ടിക്കറ്റ് നിരക്ക് 150 രൂപയാണ്. പ്രത്യേക ഇരിപ്പിടങ്ങൾ, ന്യൂസ് പേപ്പർ സ്റ്റാൻഡ്, സ്നാക്സ്, ഡ്രിങ്ക്സ് വെൻഡിംഗ് മെഷീൻ, ഫാൻ തുടങ്ങിയ സൗകര്യങ്ങൾ പ്ലാറ്റ്ഫോമിൽ പ്രീമിയം കോച്ച് എത്തുന്ന ഭാഗത്തുണ്ടാകും. റീക്ലൈനിംഗ് കുഷ്യൻ സീറ്റ്, ഫുഡ് ആൻഡ് റെസ്റ്റ്, ഫുഡ് ആൻഡ് വെൻഡിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, മൊബൈൽ ചാർജിംഗ്, സൂര്യപ്രകാശം ക്രമീകരിക്കൽ, സൺവൈസർ, കോട്ട് ഹുക്ക് തുടങ്ങിയവയാണ് പ്രീമിയം കോച്ചിലെ അധിക സൗകര്യങ്ങൾ. മറ്റു കോച്ചുകളിൽ സാധാരണ സീറ്റാണുള്ളത്. കൂടാതെ മൊബൈൽ USB ചാർജിംഗ് സൗകര്യം മാത്രമേ ലഭ്യമാകൂ. ഡൽഹിയിലേക്കുള്ള ട്രെയിനുകളിൽ ആദ്യ കോച്ചും മീററ്റിലേക്കുള്ള ട്രെയിനുകളിൽ അവസാന കോച്ചുമാണ് പ്രീമിയം ക്ലാസ്. കോച്ചുകൾ വന്നു നിൽക്കുന്ന ഇടങ്ങളിൽ പ്ലാറ്റ്ഫോമിന്റെ ഭാഗം പ്രത്യേകമായി വേർതിരിച്ചിട്ടുണ്ട്. ഇവിടെ പ്രീമിയം ക്ലാസ് ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ. ന്യൂ അശോക് നഗറിനും സൗത്ത് മീററ്റിനും ഇടയിൽ നിലവിൽ നമോ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. 11 സ്റ്റേഷനുകളാണ് ഇവയ്ക്കിടയിലുള്ളത്. അതിനിടെ കർണാടകയിലെ ബംഗളൂരുവിനും ഉത്തരാഖണ്ഡിലെ ഋഷികേഷിനും ഇടയിൽ ആദ്യമായി നേരിട്ട് സർവീസ് ആരംഭിക്കാൻ ഇന്ത്യൻ റെയിൽവേ 2025 ജൂൺ 19 ആദ്യ സർവീസ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്യും. AC ഫസ്റ്റ് ക്ലാസ്, AC 2 ടയർ, AC 3 ടയർ, സ്ലീപ്പർ ക്ലാസ്, ജനറൽ, അൺറിസർവ്ഡ് കോച്ചുകൾ എന്നിവയുൾപ്പെടെ വ്യത്യസ്ത യാത്രക്കാർക്ക് അനുയോജ്യമായ നിരവധി സൗകര്യങ്ങൾ ഈ ട്രെയിൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഓൺബോർഡ് കാറ്ററിംഗ് സേവനങ്ങളും കാറ്ററിംഗ് ഓപ്ഷനുകളും ട്രെയിനിൽ ലഭ്യമാകും. യാത്രക്കാർക്ക് മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനായി വലിയ ജനാലകളാണ് നൽകിയിരിക്കുന്നത്. മണിക്കൂറിൽ 130 കിലോമീറ്ററിലായിരിക്കും ട്രെയിനിന്റെ പരമാവധി വേഗത. യശ്വന്ത്പൂർ ഋഷികേഷ് എക്സ്പ്രസ് സ്പെഷ്യലിലുള്ള ടിക്കറ്റുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ റെയിൽവേ ടിക്കറ്റ് കൗണ്ടറുകളിലോ ബുക്ക് ചെയ്യാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.